ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിലുള്ള എല്ലാ കർത്തൃദാസിമാർക്കും എനിക്ക് എൻ്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യവും നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിക്കാൻ എൻ്റെ സാക്ഷ്യങ്ങളെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനൊക്കെ ദൈവം എനിക്ക് സഹായിച്ചു. തുടർന്നും ഈ മീറ്റിങ്ങും അനുഗ്രഹമായി തീരുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ ഞാൻ ആദ്യമായി അപേക്ഷിക്കുന്നു. ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ കറണ്ട് പോയതാണ്, ഇൻവേർട്ടറും നിൽക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ താമസിച്ച് വീഡിയോ ഓൺ ചെയ്തത്. ഇതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ നെറ്റ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് ഞാൻ ആദ്യമായി അറിയിക്കുന്നു. നമുക്ക് സമയം കളയാതെ നമുക്ക് വാക്യം വായിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2 Chronicles chapter 32 verse 7 and 8. 32-ാം അധ്യായം, 2 ദിനവൃത്താന്തം 32-ാം അധ്യായം, അതിന്റെ 7ഉം 8ഉം വാക്യം ആർക്കെങ്കിലും വായിക്കാമോ? 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവിൻ. അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെയുള്ളതിലും വലിയൊരൊരുവൻ നമ്മോട് കൂടെയുണ്ട്. അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു ജനം യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ വാക്കുകളിൽ ആശ്രയിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കും. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, ശത്രുവിന്റെ ആരവങ്ങൾ കേട്ടുകൊണ്ട് ഭയപ്പെടുവാനല്ല, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. അശ്ശൂർ രാജാവിനെയും അവനോട് കൂടിയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാൻ, നമുക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ, ശത്രു നമ്മൾക്ക് വേണ്ടി പലതും ആലോചിച്ചു വെച്ചിരിക്കുകയാ. നമ്മളെ തകർക്കുവാൻ, നമ്മളെ മുടിക്കുവാൻ, നമ്മളെ ഇല്ലായ്മയാക്കുവാൻ, നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന് പോലും നമ്മളെ അടർത്തി മാറ്റുവാൻ ഈ ദിവസങ്ങളിൽ ശത്രു വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിന്റെ നടുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇന്ന് ഈ സന്ധ്യാസമയം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. ഇത് നമുക്കറിയാം. ഹിസ്കിയാവ് സൻഹേരീബ് തന്റെ പട്ടണത്തെ ആക്രമിക്കുവാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്റെ ജനത്തോട് പറയുന്ന വാക്യമാണ്. അതായത് ഹിസ്കിയ 29-ാം അധ്യായം 29-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലൊക്കെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 25-ാം വയസ്സിൽ വാഴ്ച തുടങ്ങിയ യെഹിസ്കിയാവ് 29 സംവത്സരം യെരൂശലേമിൽ വാണത. ഹല്ലേലൂയ. അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലൊക്കെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്ത യെഹിസ്കിയ രാജാവ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഉറച്ചു നിൽക്കണം കേട്ടോ, ധൈര്യപ്പെട്ട് നിൽക്കണം കേട്ടോ. ചിലരെ നിങ്ങൾക്ക് ഉറപ്പിക്കാനുള്ളവരാ നിങ്ങൾ. ഹല്ലേലൂയ. ചിലരുടെ തളർന്ന കൈകാലുകളെ ഉറപ്പിക്കുന്നവരായി തീരണം നിങ്ങൾ. ചിലരെ ആശ്വസിപ്പിക്കുന്നവരായി തീരേണ്ടവരാ. പക്ഷേ പലപ്പോഴും ശത്രു നമ്മളെ തകർക്കുവാൻ, നമ്മളെ മുടിക്കുവാൻ, നമ്മളെ പലപ്പോഴും താറുമാറാക്കുവാനാ കടന്നു വരുന്നത്. നമുക്കറിയാം 32-ാം അധ്യായത്തിന്റെ 4-ാം ആദ്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയും ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശ്ശൂർ രാജാവായ സൻഹേരീബ് വന്ന് യഹൂദയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു. ഹല്ലേലൂയ. ശത്രുവായവൻ പലപ്പോഴും ഉറപ്പോടെ നിൽക്കുന്ന നമ്മളെ
ദൈവസന്നിധിയിൽ, ദൈവവചനത്തിൽ, ശുശ്രൂഷയുടെ മേഖലകളിൽ നമ്മൾ ഉറപ്പോടെ നിൽക്കുമ്പോൾ പലപ്പോഴും ശത്രുവായവൻ നമ്മളെ കൈവശമാക്കുവാൻ അടുത്തു വരും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ സാക്ഷ്യം ഇല്ലാതെയാക്കി ജീവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ അവൻ ആക്രമിക്കുവാൻ ഇടയായി തീരും. നമ്മളെ തവിട് പൊടിയാക്കുവാനാ ശത്രു കടന്നു വരുന്നത്. ഇവിടെ പറയുന്നത് ഉറപ്പോടെ നിന്ന പട്ടണങ്ങളെ, ഹല്ലേലൂയ, ന്റെ കാലത്ത് ഹല്ലേലൂയ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടായതുകൊണ്ട് അവന്റെ ദേശവും അവന്റെ പട്ടണങ്ങളും അനുഗ്രഹിക്കപ്പെട്ടത്. ഹല്ലേലൂയ. പക്ഷേ 31-ന്റെ 20-ഉം 21-ഉം യെഹെസ്കേൽ യഹൂദയിലൊക്കെയും ഇവണ്ണം ചെയ്തു. തന്റെ ദൈവമായ യഹോവയുടെ സന്നിധി നന്മയും ന്യായവും സത്യവുമായുള്ളത് പ്രവർത്തിച്ചു. അവൻ ദൈവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണം കൽപ്പനയെ സംബന്ധിച്ചും തന്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ചു കൃതാർത്ഥനായിരുന്നു. ഹല്ലേലൂയ. നന്മയുള്ളത് ചെയ്ത യെഹെസ്കേവ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹിതമായി പ്രവർത്തിച്ച യെഹെസ്കേവ്, നന്മ ചെയ്തവൻ, യഹോവ സന്നിധിയിൽ നന്മയും ന്യായവും സത്യമായതുള്ള പ്രവർത്തിച്ചവൻ, ദൈവത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയെ സംബന്ധിച്ചും തന്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും ജീവിതത്തിൽ ഇത്രത്തോളം ഉറപ്പോടെ നിന്നവന്റെ ജീവിതത്തിൽ, ഇത്രത്തോളം നന്മയോടെ ജീവിച്ചവന്റെ ജീവിതത്തിൽ, ശുശ്രൂഷയിലൊക്കെയും ഹല്ലേലൂയ നന്മയും ന്യായവും പ്രവർത്തിച്ച യെഹെസ്കേലിന്റെ ജീവിതത്തിൽ, അതായത് ഉറപ്പോടെ നിന്ന യെഹെസ്കേലിന്റെ ജീവിതത്തിൽ ശത്രുവായവൻ കടന്നു വന്നു എങ്കിൽ ഹല്ലേലൂയ നമ്മൾ എത്രത്തോളം സാക്ഷ്യമുള്ളവരായി ജീവിക്കണം. ഭയത്തോടെ ഞാൻ ആയിരിക്കുന്നത്, ഭയത്തോടെ ഞാൻ ആയിരിക്കുന്നത്, വിറയലോടെ ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് പലപ്പോഴും ഉറപ്പോടെ, കഴിഞ്ഞ നാളുകളിൽ ഉറപ്പോടെ നിന്ന് കർത്താവിന്റെ വചനം പ്രസംഗിച്ചവർ, ഉറപ്പോടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നവർ, ഉറപ്പോടെ ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി ഓടിയവർ പലരും ഇന്ന് ഈ പോർക്കളത്തിൽ ഇല്ല. ഹല്ലേലൂയ. കാരണം പലപ്പോഴും ശത്രുവായവൻ കടന്നു വരുന്നത് അറിയാതെ, ശത്രുവിന്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ട്, കുടുക്കുകളിൽ അകപ്പെട്ട്, ശുശ്രൂഷയിൽ നിന്ന് പോലും അവരെ പിന്മാറ്റി കൊണ്ടുപോകുന്ന അവസ്ഥകൾ അവർ പോലും അറിയാതെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്നവർ, നിരന്തരം ഹല്ലേലൂയ ഓടിക്കൊണ്ടിരുന്നവർ, പ്രസംഗിച്ചുകൊണ്ടിരുന്നവർ, ആരാധന ചെയ്യുന്നവർ ഇന്ന് പലരും നമ്മുടെ ഇടയിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ സമയമായി. അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായി. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായി. ഹല്ലേലൂയ. നമ്മൾ ഉറപ്പോടെയാ നിൽക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? നമ്മൾ ഉറപ്പോടെയാ നിൽക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവസന്നിധിയിൽ നമ്മൾ ന്യായമായത് പ്രവർത്തിക്കുന്നതെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ കൃതാർത്ഥരായി ഇരിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. അങ്ങനെ പറയുവാൻ കഴിയുന്നവർ ദൈവത്തോട് പറയണം, കർത്താവേ, ഞങ്ങൾ 100% പെർഫെക്റ്റ് അല്ലെങ്കിലും, 100% നീതിമാന്മാരല്ലെങ്കിലും, 100% കർത്താവേ ഞങ്ങളിലും കുറവുകളും ബലഹീനതകളും അല്ലെങ്കിൽ പാപങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവേ അങ്ങേ പോലെ ആയി തീരുവാനുള്ള ഒരു പ്രോസസ്സിലാണ് ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നതിനേക്കാൾ അങ്ങേ പോലെ ആയി തീരുവാൻ, അങ്ങ് സഹിച്ചത് സഹിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ശത്രു തൊടത്തില്ല. ഹല്ലേലൂയ. ശത്രു തൊടത്തില്ല. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അങ്ങനെ താഴോട്ട് വായിക്കുമ്പോൾ, സൻഹേരീബ് വന്ന് യെരൂശലേമിനെ ആക്രമിക്കാൻ ഭാവിക്കുന്നു എന്ന് യെഹെസ്കേൽ കണ്ടിട്ട് പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളിലെ വെള്ളം നിർത്തിക്കളയേണ്ടതിന് തന്റെ പ്രഭുക്കന്മാരോടും വീരന്മാരോടും ആലോചിച്ചു. കണ്ടോ?
ശത്രു ആക്രമിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ശത്രു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കയറുവാൻ, എന്തെങ്കിലും അവൻ അവകാശം പറയുവാൻ, അല്ലെ നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ കേട്ടോ, അല്ലെ ദിവസങ്ങൾ അതൊക്കെ അങ്ങ് മാറ്റിവെക്കണം. ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നേ, പ്രീതിയല്ല പറയുന്നേ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു. ഹല്ലേലൂയ, പിശാചിന് ഇടം കൊടുക്കത്തക്ക രീതിയിൽ കർത്തൃദാസിമാരെ നമ്മുടെ ജീവിതത്തിൽ അവർ അവകാശം പറയത്തക്ക രീതിയിൽ ചില വാദങ്ങൾ ഈ ദിവസങ്ങളില് അവൻ കയറുവാൻ പാകത്തില്, നമ്മളെ നശിപ്പിക്കുവാൻ പാകത്തില് അല്ല ചിലത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ, ദിവസങ്ങളില് ദൈവത്തോട് ക്ഷമ ചോദിച്ച് ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ നിൽക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവ പ്രവൃത്തി കാണുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, ആമേൻ. വലിയൊരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുക. വലിയൊരു ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ, ഈ ദിവസങ്ങളില് ഹല്ലേലൂയ ദൈവവചനത്തിന് വിരോധമായി, ദൈവത്തിന്റെ ആജ്ഞകൾക്ക് വിരോധമായി, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരോധമായി നമ്മുടെ ജീവിതത്തിൽ ചിലതുണ്ടെങ്കിൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ മടങ്ങിവ യഥാസ്ഥാനം. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഒരു മടങ്ങി വരവ് ആവശ്യമാണ്, ഒരു യഥാസ്ഥാനം ആവശ്യമാണ്. ഈ ദിവസങ്ങൾ അവരവര് തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, അവരവര് തന്നെ ഈ ദിവസങ്ങളിൽ സ്വയശോധന നടത്തി മടങ്ങി വരുന്നു എങ്കിൽ നിന്റെ ശുശ്രൂഷ വെളിപ്പെടേണ്ടടുത്ത ശുശ്രൂഷ വെളിപ്പെടും. നിന്റെ കുടുംബത്തിൽ ചില അനുഗ്രഹങ്ങൾ വെളിപ്പെടും. ശത്രു നിന്നെ ആക്രമിക്കാൻ പോകുന്നു എങ്കിൽ അത് ദൈവം വെളിപ്പെടുത്തും. അത് വെളിപ്പെടുത്തിയാൽ ഈ ദിവസങ്ങളിൽ നിനക്ക് ഉറപ്പോടെ നിന്ന് ദൈവത്തിന്റെ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാനിടയായിട്ട്. ഹല്ലേലൂയ, താഴോട്ട് എഴുതിയേക്കുന്നത് ചില ആലോചനകൾ നടത്തി. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ വരുമ്പോഴേ ചിലരോട് നമ്മളൊന്ന് ആലോചിക്കണം, ഇത് എന്തുവാ, ദൈവഹിതമാണോ അല്ലല്ലോ, ഇത് സാത്താന്റെ ആണോ ദൈവത്തിന്റെ ആണോ, നമുക്കൊന്നും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസി വിദേശത്തു നിന്ന് വിളിക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ ദാസി ഇത്രയും പറഞ്ഞു, വളരെ വേറൊരു ദാസിയാണ് എന്റെ നമ്പർ കൊടുത്തത്, ഇത്രമാത്രം പറഞ്ഞു, ഒരു പ്രതികൂലത്തിന്റെ നടുവില്ല, പക്ഷേ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വലിയ പ്രവാചകിയൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വെളിപ്പെടുന്നു അത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൽ കൂടി ദൈവം തരും, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. എന്നെ നിർബന്ധിച്ച് പ്രവചിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, കറക്റ്റ് ദൈവത്തിന്റെ ആലോചന പറഞ്ഞു. എന്നോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവിന്റെ ദാസിയെ ഹല്ലേലൂയ, ഇതെല്ലാം എന്നോട് പല ദൈവദാസന്മാരും നവംബർ തൊട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെ കർത്താവിന്റെ ദാസി പറഞ്ഞ് ഇതിനകത്തിൽ ഒരെണ്ണം പോലും മാറ്റമില്ല. പക്ഷെ ഒരു കാര്യം, ഇത് നടക്കുവാൻ ഒരു കാര്യമുണ്ട്, ഇത് എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നുള്ള റൂട്ട് ഇതുവരെ ഒരു ദൈവദാസന്മാർക്കും ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല, ഒരു ദൈവദാസിമാർക്കും അത് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ദാസിയെ, കർത്തൃദാസനെ ഇവിടെ ഇല്ല, ഒരു കോൺഫറൻസിന് പോയിരിക്കുക, കർത്താവിന്റെ ദാസനെ ഒന്ന് വിളിക്കുമോ? അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് കർത്താവിന്റെ ദാസൻ അറിഞ്ഞില്ല, പക്ഷെ ഞാൻ കർത്താവിന്റെ ദാസന്റെ നമ്പരും കൊടുത്തു, കർത്താവിന്റെ ദാസനും പ്രാർത്ഥിച്ചു. ഞാൻ എന്നെ ദൈവം വെളിപ്പെടുത്തിയതുപോലെ പക്ഷെ ഇച്ചിരി കൂടെ കാര്യങ്ങൾ കർത്താവിന്റെ ദാസനെ വെളിപ്പെടുത്തി. അത് പറഞ്ഞു, കറക്റ്റ് പറഞ്ഞു, പ്രാർത്ഥിച്ചു. പക്ഷെ ആ കർത്താവിന്റെ ദാസി പറഞ്ഞു, എനിക്ക് ആഹാരം കഴിക്കാൻ പോലും നിവർത്തിയില്ല, വിദേശത്താന്ന് ആലോചിക്കണം, എനിക്ക് ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, കർത്താവിന്റെ ദാസിന് ഒരു കാര്യം ഞങ്ങളെ പരിചയപ്പെടുത്താം. കർത്താവിന്റെ ദാസി പറഞ്ഞു കൊടുത്തു, അവർ രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വെളിപ്പെടും, വചനമായി വെളിപ്പെടും. കർത്താവിന്റെ ദാസത്തിന്റെ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസന് ഒരു ദർശനം കണ്ടതിന് പ്രകാരം ആ കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിൽ സമർപ്പിച്ചു കൊടുത്തത് കൊണ്ട് ഇന്ന് വലിയ ഒരു മിനിസ്ട്രീസ് പുള്ളിക്കാരി നടത്തുന്നുണ്ട്. അപ്പോൾ അത് പറയുവാനിടയായി തീർന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ദിവസം വൈകിട്ട് കർത്താവിന്റെ ദാസൻ നിരന്തരമായിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. എനിക്കിത് കാണുമ്പോൾ തോറും അല്ലെങ്കിൽ ഒരു ടെൻഷനും ഉണ്ട്. എനിക്ക് ഇന്നലെ ടൈം ഇല്ലായിരുന്നു, എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദാസിയെ, എനിക്ക് ഒത്തിരി ജോലിയുടെ നടുവില
കർത്താവിന്റെ ദാസൻ വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇന്നലെ രാത്രിയിൽ ഒരു 9 മണി ആയപ്പോൾ വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരിയുടെ ഈ കയ്യിലിരുന്ന മൊബൈൽ താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ വേറൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു. അങ്ങനെ പുള്ളിക്കാരി വിളിച്ചു, എനിക്ക് ഇനി ഒട്ടും നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇതിന്റെ റൂട്ട് അറിയാതെ എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ ഇവിടെ നിൽക്കണോ വേണ്ടയോ എനിക്ക് ഒന്നും അറിയത്തില്ല, എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, പ്രതികൂലത്തിന്റെ നടുവിലാണല്ലോ, ഞങ്ങൾ ഒന്നും ചോദിക്കാൻ പോയില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷെ റൂട്ട് ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസിയോട് പറഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസി ഓർക്കുക, കാര്യം ഓർക്കുവാൻ പോലും പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല. അതുപോലെ റൂട്ട് വെളിപ്പെടുത്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസി സമർപ്പിച്ചു പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ഈ ദിവസങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഈ ദിവസങ്ങളിൽ ശത്രുവാണോ അടച്ചത്, ദൈവമാണോ അടച്ചത്, നമുക്കും കൺഫ്യൂഷൻ. ചില വഴികൾ അടയ്ക്കുന്നത് കർത്താവ്, ചില വഴികൾ അടയ്ക്കുന്നത് പിശാച്. പക്ഷെ നമ്മുടെ കയ്യിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ അത് വചനത്തിന് വിരുദ്ധമായി നമ്മൾ ചെയ്യുന്നു എങ്കിൽ ഒരിക്കലും സാത്താൻ നമ്മളെ വിട്ടുമാറത്തില്ല, പിശാച് വിട്ടുമാറത്തില്ല. കാര്യം എന്താ? വചനത്തിന് വിരുദ്ധമായി ചെയ്തത് കൊണ്ട്, വചനത്തിന് വിരുദ്ധമായി നമ്മൾ നടക്കാത്തത് കൊണ്ട് ചിലത് അവൻ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത തെറ്റില്ല, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ മേൽ പ്രതികൂലങ്ങൾ ഇട്ടുകൊണ്ട് ആത്മീയമായും ശാരീരികമായും മാനസികമായും ഭൗതികമായും നമ്മളെ അവൻ കെട്ടി ബന്ധിച്ച് ഒരു മൂലക്കാക്കും. ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ പ്രവൃത്തികൾ കണ്ടറിഞ്ഞ് നമ്മൾ ഓരോ സ്റ്റെപ്പുകളും വെക്കുവാൻ നമ്മൾ തയ്യാറായ ഒരു ദൈവപ്രവൃത്തി നമ്മൾ കാണുക തന്നെ ചെയ്യും. ഒരു ദൈവപ്രവൃത്തി നമ്മൾ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, സാത്താൻ കയറത്തക്ക രീതിയിൽ, സാത്താൻ അവകാശം പറയത്തക്ക രീതിയിൽ നിങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അറിഞ്ഞ്, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ അറിഞ്ഞ് അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രതികൂലങ്ങളിൽ നിങ്ങളുടെ കഷ്ടതയില് പ്രവൃത്തി കാണുവാനിടയായിട്ട്. ഹല്ലേലൂയ. യെഹെസ്കേലിന്റെ കാലത്ത് ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവന്റെ ദേശവും പട്ടണങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതായി നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. എന്നാൽ ബാക്കി താഴോട്ടുള്ള വാക്യങ്ങളിൽ അവനെ സഹായിച്ചു. അങ്ങനെ വളരെ ജനം ഒന്നിച്ചു കൂടുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ഐക്യത്തെ കാണിക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഐക്യത നഷ്ടപ്പെടുത്തുവാനാ പിശാച് കടന്നു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഐക്യത നഷ്ടപ്പെടുത്തുവാൻ, നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, നമ്മളെ ഓർത്ത് ഹല്ലേലൂയ ഇടിവിൽ നിൽക്കുന്ന ചിലരെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് തകർക്കുവാനാണ് ശത്രു കടന്നു വരുന്നത്. ഹല്ലേലൂയ. അവരത് പിടിക്കത്തില്ല. ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കുമെന്ന് ശത്രുവിനറിയാം. ഇവിടെ യെഹെസ്കേൽ എന്ത് ചെയ്തു? ജനത്തെ ഒന്നിച്ചു കൂട്ടുവാനിടയെ. സൂസനാന്റെ ഇപ്പോൾ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിലെ കർത്താവിന്റെ ദാസിമാരെ ഒന്നിച്ചു കൂട്ടി ഈ മീറ്റിംഗ് നടത്തുന്നതിന്റെ ഉദ്ദേശം കർത്താവിന്റെ ദാസി അനേകർക്ക് ഒരാശ്വാസമായിരിക്കാനാണ്. പക്ഷെ പലർക്കും ഈ ഐക്യതയോട് പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല, ഐക്യതയോട് നമ്മൾ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഈ ഐക്യത തകർക്കുവാനാ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം, ഐക്യത നഷ്ടപ്പെടുത്തുന്ന ഒന്നിലും നമ്മൾ ആരും അകപ്പെടരുത്. ഹല്ലേലൂയ. ഒരു വാക്കുകൊണ്ട് പോലും പലപ്പോഴും നമ്മളെ വാക്കുകളിൽ കുടുക്കുവാൻ കടന്നു വരുന്ന ആൾക്കാരുണ്ട്. വാക്കുകളിൽ കൊടുക്കുവാൻ അത് പിശാചിന്റെ ഒരു കെണിയാണ്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, വാക്കുകളിൽ കൊടുക്കുവാൻ. അത് ആരുമായിക്കോട്ടെ, നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന, ഒരേ പായയിൽ ഇരുന്ന് ആരാധിക്കുന്നവരായിക്കൊള്ളട്ടെ. പക്ഷേ നമ്മൾ പറയേണ്ടതേ പറയാവൂ. നമ്മുടെ ദൈവഹിതമല്ലാത്ത ഒരു വാക്കുകൾ പോലും നമ്മുടെ വായിൽ നിന്ന് വരുവാൻ അനുവദിക്കരുത്. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഒരു കർത്താവിന്റെ ദാസി ഇങ്ങനെ പറയുകയുണ്ടായി, നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ചിലത് ചെയ്തവർ പലപ്പോഴും നമ്മളെ അറിയാതെ തെറ്റിദ്ധാരണകൾ ഉണ്ടായി, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ആത്മാർത്ഥമായി ചിലരുടെ കണ്ണുനീരുകൾ അത് ശാപമായി വെളിപ്പെടുവാൻ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വ്യാപരിക്കത്തില്ല.
ഈ ദിവസങ്ങളിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ശോധന ചെയ്ത്, സ്വയം ശോധന ചെയ്ത്, കർത്താവ് എവിടെയാണ് എനിക്ക് വീഴ്ച പറ്റിയത്, എവിടെയാണ് എനിക്ക് തകർച്ചൽ പറ്റിയത്, അത് അറിഞ്ഞ് ദൈവസന്നിധിയിൽ നിങ്ങൾ നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിട്ട്. ജനം ഒന്നിച്ചുകൂടി, അശൂർ രാജാക്കന്മാർ വന്നു. വളരെ വെള്ളം കാണുന്ന എന്തിനെന്ന് പറഞ്ഞ എല്ലാ ഉറവുകളും ദേശത്തിന് നടുവിൽ കൂടി ഒഴുകിയ തോടും അടച്ചു കളഞ്ഞു. അവൻ ധൈര്യപ്പെട്ട് ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു. ഇടിഞ്ഞു പോയത് പണിയുവാൻ തയ്യാറാണോ? ഇടിഞ്ഞു പോയത്, ഇടിഞ്ഞു കിടക്കുന്നത് പണിയുവാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾ ദൈവപ്രവൃത്തി കാണുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഇടിഞ്ഞു കിടന്നത് ഈ ദിവസങ്ങളിൽ ശത്രു പലപ്പോഴും നമ്മളെ തകർക്കുവാൻ ഇടിച്ചിട്ട ചിലത് ശത്രു ഇടിച്ചിട്ട ചില മേഖലകൾ. ഹല്ലേലൂയ. ശത്രു ദൈവം ഇടിച്ചതല്ല, ശത്രു ഇടിച്ചിട്ട ചില മേഖലകൾ. ഹല്ലേലൂയ. ഇടിച്ച മേഖലകൾ ഇന്ന് നിങ്ങൾ പണിയുവാൻ തയ്യാറാകുന്നു എങ്കിൽ നിങ്ങൾ ഒരു ദൈവപ്രവൃത്തി കാണാൻ പോവാ. ഈ ശത്രുവിന്റെ മുന്നിൽ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ പോകുക. ഹല്ലേലൂയ. ഇടിഞ്ഞുപോയ മതിലൊക്കെ പണിതു. ഹല്ലേലൂയ. ഗോപുരങ്ങൾ പുറത്തു വേറൊരു മതിലും കെട്ടിപ്പൊക്കി. ചിലത് കെട്ടിപ്പൊക്കുവാൻ സമയമായി, ചിലത് ശത്രു കയറുവാൻ പാകത്തിൽ ചെറിയ നീളം കുറഞ്ഞതായിരിക്കാം, പക്ഷേ അത് കെട്ടിപ്പൊക്കുന്നുവെങ്കിൽ അവന് കയറുവാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങളിൽ വചനത്തിൽ ചിലത് വചനത്തിൽ നിങ്ങൾ കെട്ടിപ്പൊക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, പ്രാർത്ഥനയിൽ കെട്ടിപ്പൊക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, ഈ ദിവസങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി കാണും. ദീപ്തി, മാത്യു, ഡിവൈസ്, ദൈവ ആത്മാവ് ശക്തമായി പറയുന്നു, ശത്രു കയറുവാൻ പാകത്തിൽ അവൻ ഇടിച്ചിട്ട ചില മതിലുകൾ, ഇടിച്ചിട്ട ചില ഭാഗങ്ങൾ, ഇടിച്ചിട്ട ചില മേഖലകൾ. കർത്താവിന്റെ ദാസിയെ, നീ പണിയുവാൻ തയ്യാറാകുന്നു എങ്കിൽ, പ്രാർത്ഥനയാൽ പണിയുന്നു എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണും നിശ്ചയം. അത് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ ദൈവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. ശത്രു ഇടിച്ചിട്ട മതിലുകൾ പണിയുവാൻ, ധൈര്യപ്പെട്ട് പണിയുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കും. ദാവീദിന്റെ നഗരത്തിന്റെ മില്ലോവിന്റെ കേടും പോക്കി. ഇപ്പോൾ കേടുവന്നിരിക്കുക. ഹല്ലേലൂയ. ശക്തമായി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥനയും അഭിഷേകവും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ ദൈവം തന്നതാ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഹല്ലേലൂയ ഈ വചനങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ നാളുകളിലുള്ള പ്രാർത്ഥന, കഴിഞ്ഞ നാളുകളിലുള്ള വചനധ്യാനം, കഴിഞ്ഞ നാളുകളിലുള്ള ഇടിവിൽ നിൽക്കുന്നത് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അതൊക്കെ കെട്ടിപ്പൊക്കുവാൻ നിങ്ങൾ നിങ്ങളിൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകം, നിങ്ങളിൽ വെളിപ്പെടുവാനുള്ള അഭിഷേകം ശുശ്രൂഷ മേഖലകളില്, കുടുംബ ജീവിതത്തില് നിങ്ങൾ അതിന് തയ്യാറാകുന്നു എങ്കിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ മുഖാന്തരം, നിങ്ങൾ മാത്രമല്ല കേട്ടോ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന വലിയൊരു പുരുഷാരത്തിനും കൂടെ പകർന്നു നൽകുവാൻ ദൈവം തയ്യാറാ. ദൈവം തയ്യാറാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തയ്യാറാ. നിങ്ങൾ തയ്യാറാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനവധി കുന്തവും പരിചയം ഉണ്ടാക്കി ജനത്തിന് പടനായകന്മാരെ നിയമിച്ചു. നഗരവാതിൽക്കുള്ള വിശാല സ്ഥലത്ത് തന്റെ അടുക്കൽ ഒന്നിച്ചു കൂട്ടി. എന്നിട്ട് പറയുന്നയാ, അവരോട് ഹൃദ്യമായി പറയുന്നേ, നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും, നിങ്ങൾ പേടിക്കണ്ട, നമ്മോട് കൂടെ ഉള്ളവനാ വലിയവൻ, അവരോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാൻ ശക്തനായ ഒരുവൻ നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. പരിചയമൊക്കെ ഉണ്ടാക്കണ ഈ ദിവസങ്ങളിൽ ആയുധം വേണം. പ്രാർത്ഥനയാകുന്ന ആയുധം, അഭിഷേകത്താൽ നിറഞ്ഞ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തും. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ എത്ര സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ എത്ര സൂം മീറ്റിംഗിൽ പ്രസംഗിച്ചു എന്നുള്ളതല്ല, വ്യക്തിപരമായ നമ്മുടെ ജീവിതം എങ്ങനെയാണ്. ഹല്ലേലൂയ. രാവിലെ തൊട്ട് രാത്രി വരെ എത്ര സൂം മീറ്റിംഗിൽ കയറി ഇരുന്നാലും നമ്മുടെ സ്വഭാവത്തിന് മാറ്റമില്ലെങ്കിൽ, ഇതൊക്കെയും വ്യർത്ഥമായി തീരും. ഈ ദിവസങ്ങളിൽ ശത്രുവാണ്, ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടമുള്ളത്.
ജഡരക്തങ്ങളോടല്ല, അവരിൽ വ്യാപരിക്കുന്ന അല്ലെങ്കിൽ ദുഷ്ടാത്മ ശക്തിയോടാ. ഈ ദിവസങ്ങളിൽ അതറിഞ്ഞ് നമ്മൾ അതിനെ ശാസിച്ചു മുന്നേറുന്നു എങ്കിൽ, പ്രാർത്ഥനയാകുന്ന ആയുധത്തിന് മൂർച്ച കൂട്ടുന്നു എങ്കിൽ, മിനുക്കുന്ന അമ്പായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എങ്കിൽ ഒരു ദൈവപ്രവൃത്തി നമ്മൾ കാണും നിശ്ചയം. ഹല്ലേലൂയ. ശത്രുക്കൾ അടുത്തു. പക്ഷെ ഈ ശത്രുവിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിയിട്ട് യെഹെസ്കേൽ ഒരു കാര്യം ചെയ്തു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദേശത്തെ കാക്കുവാൻ തന്നാൽ ആവോളം പ്രയത്നിച്ചു. അതാണ് 1-ാം വാക്യം തൊട്ട് 7-ാം വാക്യം വരെ. ഈ ദിവസങ്ങളില് ഹല്ലേലൂയ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിലെ സൂസനാന്റിയോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു. റിബാലവ ശന്തന റഗൽഖമന അത്ത പ്രൗഢബലവ ശൈഡാ റിഗോ റഗച്ചുനാ റഗൽഖമന അന്തരേ റഗല ഹച്ചുനാ റഗൽഖമന. കർത്താവിന്റെ ദാസിയെ ഹല്ലേലൂയ നിയോഗിച്ചത് ദൈവമാണെങ്കിൽ, ഹല്ലേലൂയ ഇത്രയും ദൈവദാസിമാരെ ഒന്നിച്ച് കൂട്ടുവാനുള്ള ഒരു നിയോഗം കർത്താവിന്റെ ദാസിമേൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ എത്ര ഉറപ്പോടെ നിന്നാലും ശത്രു കയറുവാൻ പാകത്തിൽ ചിലത് ഇടിഞ്ഞു കിടപ്പുണ്ട്. ചിലരുടെ ജീവിതങ്ങൾ ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസി ഈ ദിവസങ്ങളിൽ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്നിച്ച് കൂടി ചില അല്ലെങ്കിൽ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പലരുടെയും ജീവിതത്തിൽ പ്രതികൂലമാണ്. ഈ ദിവസങ്ങളിൽ ആ റൂട്ട് കണ്ടറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, പുത്തൻ അഭിഷേകത്തോടെ നിൽക്കുന്നു എങ്കിൽ, കർത്താവിന് ദാസിയെ ദൈവം എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ നിൽക്കേണ്ട ഒരു കർത്താവിന്റെ ദാസി അല്ല. ദൈവത്തിന്റെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നമേ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ദിവസങ്ങളിലും ഹല്ലേലൂയ ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറഞ്ഞു, ഇങ്ങനെ ഇരിക്കേണ്ട ഒരു കർത്താവിന്റെ ദാസി അല്ല. കർത്താവിന്റെ ദാസിയുടെ ഹല്ലേലൂയ ഈ തലമുറയിൽ കർത്താവ് അനേകർ സൂം മീറ്റിങ്ങുകൾ തുടങ്ങി. അനേകർ അത് ക്ലോസ് ആയി പോയ ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കർത്താവിന്റെ ദാസി തുടങ്ങി ഇത്രയും ജനത്തെ ഒന്നിച്ചു. പക്ഷെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നവർ ചിലപ്പോൾ ഇപ്പോൾ ഇതിനകത്തിലില്ല. എങ്കിൽ പോലും ഇത് ക്ലോസ് ആകാതെ ദൈവത്തിന്റെ ദർശനപ്രകാരം കർത്താവിന്റെ ദാസി തുടങ്ങിയതെങ്കിൽ, ചിലരെ കൈത്താങ്ങുവാൻ കർത്താവിന്റെ ദാസിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു എങ്കിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവപ്രവൃത്തി കാണാൻ പോകുക. ചില പ്രതികൂലങ്ങളിലായിരിക്കുന്നു. ഒരിക്കലും അവർക്കൊരു ഒരു ഉയർപ്പില്ലെന്ന് ശത്രു വിധി എഴുതിയ ചില സ്ഥാനങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, അതൊരു പുത്തൻ അധികാരത്തോടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസിയെ കൂടെ ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവരും ഹല്ലേലൂയ നിങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ ദാസിയുടെ കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന് ഹല്ലേലൂയ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ, ചിലത് അവർക്ക് വേണ്ടി ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവപ്രവൃത്തി കാണാൻ പോകുക. ഹല്ലേലൂയ. യഹോവയോട് കൂടെ നടന്നവൻ യെഹെസ്കേൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തവനാ. നന്മയും ന്യായവും സത്യവും പ്രവർത്തിച്ചവനാ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയെ പറ്റി ദൈവം എന്നെ അങ്ങനെയാ വെളിപ്പെടുത്തിയത്. യെഹെസ്കേലിന്റെ ജീവിതത്തിൽ പോലും ശത്രുവിന്റെ വെല്ലുവിളികൾ വന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ന്യായമായിട്ട് നിൽക്കുന്നവരെ, സത്യമായിട്ട് നിൽക്കുന്നവർക്കെതിരെ മാത്രമേ ഉള്ളൂ ശത്രുവിന്റെ വെല്ലുവിളികൾ. ശത്രു കയറുവാൻ പാകത്തിൽ ഇച്ചിരി കള്ളം പറയുന്നവർക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ചെയ്യുന്നവരുടെ കൂടെ അവർക്ക് ചിലപ്പോൾ ഒരു വെല്ലുവിളികളും കാണത്തില്ല. ഇല്ലയോ? നമ്മൾ കൂടുതൽ ദൈവസന്നിധിയിൽ നിങ്ങൾ അങ്ങനെ ഓരോ വ്യക്തികളെ ഒന്ന് എടുത്തു നോക്കിയാൽ അറിയാം. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്ന, നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ ഓരോ വിഷയങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരല്ലേ. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പുള്ളിക്കാരുടെ ജീവിതത്തിൽ എന്ത് ഇത്രയും പ്രതികൂലം നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? അതുപോലെ യെഹെസ്കേൽ രാജാവ് അവൻ ഉറപ്പോടെ നിന്നവനാണ്. പക്ഷെ ശത്രുവിന്റെ വെല്ലുവിളികൾ ഉണ്ടായപ്പോൾ അവൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദേശം, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തെ ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് വേണ്ടി അവൻ ആവതുള്ളതോളം ചെയ്യുവാൻ ഇടയായി തീർന്നു. അവനും ദൈവത്തോട് ചോദിച്ചു കാണില്ല, ഞാൻ ഇത്രത്തോളം ചെയ്തു കർത്താവേ,
ഞാൻ ഇത്രത്തോളം ചെയ്തു, എന്നിട്ടും ഞാൻ ഇത്രത്തോളം ചെയ്തു, എന്നിട്ടും എനിക്ക് ഇത് തന്നെയുള്ള കർത്താവെന്ന് ചോദിച്ചിട്ടില്ലയോ? എന്നാൽ അവൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നതോടൊപ്പം തന്റെ ശത്രുവിന്റെ ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ പൂർണ്ണമായി തികച്ചെടുപ്പാനും തന്നെ ഏൽപ്പിച്ച ആ ദേശത്തെ ശത്രുവിന്റെ കരങ്ങളിൽ അകപ്പെടാതവണ്ണം താൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാനും അത് പൂർത്തീകരിക്കുവാനും അവന് സാധിച്ചു. ഇന്ന് പലർക്കും അതാ കഴിയാത്തത്. ഇന്ന് പലർക്കും അത് കഴിയുന്നില്ല. ഹല്ലേലൂയ. അതായത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മിൽ കൂടി ചിലത് ദൈവവും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. എന്നും കർത്താവേ താകർത്താവേ താകർത്താവേ താകർത്താവേ. ഹല്ലേലൂയ. പക്ഷെ ചിലത് ഹല്ലേലൂയ നമ്മളിലുള്ള ഉദ്ദേശങ്ങൾ, കർത്താവ് എന്താണോ നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ചെയ്തെടുക്കണം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്തുകൂടാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആയുധങ്ങൾ ഉണ്ടാക്കി ശത്രുവിനെതിരെ, അടയ്ക്കേണ്ടത് അടച്ചു, കെട്ടിപ്പൊക്കേണ്ടത് പൊക്കി. പിന്നൊരു കാര്യമാ ചെയ്ത്, ഒന്നിച്ചു നിൽക്കാൻ പാകത്തിൽ ജനത്തിന്റെ മനസ്സിനെ അവൻ ഒന്നിച്ചു കൂട്ടി. അത് ഏകതയാ കാണിക്കുന്നത്, യൂണിറ്റിയാ കാണിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നിച്ചു കൂട്ടി, ഒരുമിച്ച് നിന്ന്. ഹല്ലേലൂയ. റിബാലബ ശംധന റഗൽഖമന. ഐക്യത തകർക്കുന്നു എന്ന് തോന്നിച്ചുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ചില പരിചകൾ ഉണ്ടാക്കി ജനത്തിന്റെ മനസ്സിനെ ഒന്നിച്ചു കൂട്ടുവാൻ തക്കത്തിൽ നമ്മൾ തയ്യാറാകുന്നു എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കും. അവരുടെ മനസ്സിനെ, അതായത് ജനത്തെ ഒന്നിച്ചു കൂട്ടി കഴിഞ്ഞിട്ടാണ്, ചിലത് ചെയ്തെടുത്തിട്ടാണ് യെഹെസ്കേൽ ജനത്തോട് പറയുന്നത് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ദൈവിക സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടായിട്ടും തന്നിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ കൃത്യതയോടെ നിറവേറ്റുന്നതായി നമുക്ക് കാണാം. യെഹെസ്കേൽ അത് ചെയ്തു. ഈ ദിവസങ്ങളില് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിൽ അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ ദാസിമാരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ലീഡ് ചെയ്യാൻ കർത്താവിന്റെ ദാസിമാരെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അത് വ്യക്തമായി ചെയ്യുക. പ്രതിഫലേച്ഛ കൂടാതെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ ചിലത് ചെയ്തെടുക്കുമ്പോൾ, അത് കൃത്യതയോടെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തൻ തന്നെയാ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാകും? എത്ര പേർ ഏറ്റെടുക്കുവാൻ തയ്യാറാകും? കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു, അങ്ങേക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ. ഹല്ലേലൂയ. അങ്ങേക്ക് വേണ്ടി ചിലത് ചെയ്തെടുക്കുവാൻ കർത്താവ് എന്നെയും ഉപയോഗിക്കണമേ എന്ന് എത്ര പേർ പറയുവാൻ തയ്യാറാകും? അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവജനമേ, നമ്മൾ എത്ര ഉറപ്പോടും, നമ്മൾ എത്ര സ്ഥിരതയോടും, നമ്മൾ വിശ്വാസത്തിൽ എത്ര ഉറപ്പോട് നിൽക്കുന്നവരാണെങ്കിലും ശത്രു ഏതു നേരത്തും നമ്മെ ആക്രമിക്കുവാൻ തയ്യാറാകും. എന്നാൽ ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കും. ഹല്ലേലൂയ. ചില ക്രമീകരണങ്ങൾ ആവശ്യം, ചില ക്രമീകരണങ്ങൾ. ഹല്ലേലൂയ. ചില ക്രമീകരണങ്ങൾ. ഹല്ലേലൂയ. റിബാലബ ശംധന റഗൽഖമന വൈഡ റിബാലബ ശംധന അർത്ഥ പ്രൗഢബലവ ശൈഡ റഗൽഖമന ദരസി. ചില ക്രമീകരണങ്ങൾ ആവശ്യം. ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കുവാൻ, ഇടിഞ്ഞു കിടക്കുന്നത് പണിയുവാൻ, കെട്ടിപ്പൊക്കേണ്ടത് കെട്ടിപ്പൊക്കുവാൻ, ഉറപ്പിക്കേണ്ടവരെ ഉറപ്പിക്കുവാൻ നാം തയ്യാറാകുന്നു എങ്കിൽ നമ്മോട് കൂടെയുള്ള ദൈവത്തിന്റെ ഭുജം നമ്മൾ കാണും. കേട്ടോ? ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ഭുജം നമ്മൾ കാണും. അത് തക്ക സമയത്ത് വെളിപ്പെടും. അത് ഭുജം മടക്കുവാൻ ആർക്കും കഴിയത്തില്ല. കേട്ടോ? ഹല്ലേലൂയ. പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി തന്നെ പറയുന്നു, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ചില്ല എങ്കിൽ ശത്രു നിങ്ങളെ ആക്രമിക്കും, നിങ്ങൾ നിലംപരിചായി തീരും. ഈ ദിവസങ്ങളിൽ ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ ദൈവമഹത്വം നിങ്ങളിൽ വെളിപ്പെടുവാനിടയായി.
ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ചില നന്മകളെ, അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ പല നന്മകളും തടയപ്പെടുന്നത് ക്രമീകരണമില്ലാത്തതുകൊണ്ട്. പ്രാർത്ഥന ഇനി എത്ര പ്രവാചകന്മാരെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാലും, പ്രവാചകിമാരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഇനി എത്ര സൂം മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും ക്രമീകരിക്കേണ്ടത് നമ്മൾ തന്നെ. ഞാൻ ക്രമീകരിക്കേണ്ടത് ഞാൻ ക്രമീകരിക്കും. നിങ്ങൾ ക്രമീകരിക്കേണ്ടത് നിങ്ങൾ ക്രമീകരിക്കാതെ ആ നന്മ നമ്മുടെ കയ്യിൽ വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നന്മകൾ തടയപ്പെടുമ്പോൾ, നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ മെയ് 13-ാം തീയതിയാണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നാണ് ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞത്. പക്ഷേ അന്നൊരു സാക്ഷ്യം ഞാൻ പറഞ്ഞത് ഞാനിപ്പം പറയുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞില്ല. ആ ഒരു കാര്യം, ഒരു പൂർത്തീകരണം, അത് അടുത്ത മീറ്റിങ്ങിന്റെ ദിവസം തന്നെ ആ പൂർത്തീകരണം നടക്കുവാൻ ദൈവം മാർച്ചിൽ ദൈവത്തിന്റെ ആലോചന കേട്ട ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാതെ, ഞങ്ങൾക്കൊരിക്കലും അത് ചിന്തിക്കുവാൻ പറ്റത്തില്ല, ഞങ്ങൾക്കൊരിക്കലും അത് ചിന്തിച്ചെടുക്കുവാൻ പറ്റത്തില്ല, ഞങ്ങൾക്കൊരിക്കലും അത് ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. ഞങ്ങളുടെ മുൻപിൽ ഇമ്പോസിബിൾ ആയ ഒരു കാര്യം ദൈവം പോസിബിൾ ആക്കി രണ്ടാമത്തെ മീറ്റിംഗിൽ തന്നു എങ്കിൽ എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ ഇല്ലയോ? ഹല്ലേലൂയ. അന്ന് ആ പൂർത്തീകരണം കാണും ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മുടെ വാഗ്ദത്തങ്ങൾ അങ്ങ് നീണ്ടു പോകുന്നതിന് കാരണം എന്താ? ഇനി എത്ര പ്രവാചകന്മാരെ വിളിച്ചാലും പ്രവാചകിമാര് പ്രാർത്ഥിച്ചാലും വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾ നീണ്ടുപോകുവാൻ കാര്യം നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ട്. ഇല്ലയോ? പറയാൻ പറ്റുമോ? ഈ ദിവസങ്ങളിൽ നമ്മൾ തന്നെ ഒരു സ്വയശോധന, നമ്മൾ തന്നെ ഒരു യഥാസ്ഥാനം, ഒരു മടങ്ങി വരും. ഈ ദിവസങ്ങളിൽ ചിലത് ക്രമീകരിക്കേണ്ട മേഖലകൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. ഹല്ലേലൂയ. അവരവരുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട മേഖലകൾ ആ ക്രമീകരിക്കാതെ ആ നന്മ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അനുഭവിക്കത്തില്ലെന്നേ. എത്ര പേർക്ക് എന്റെ പ്രസംഗം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മ പറയുന്നത്? ഞാൻ ഇങ്ങനെ ഒരു ചിന്തയുമായിട്ടല്ല ഇതിനകത്തിൽ കയറിയത്, പക്ഷേ അത് ദൈവത്തിന്റെ ആത്മ ആ ഒരു തലത്തിലേക്കാ കൊണ്ടുപോകുന്നത്. എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ദിവസങ്ങളില് നമ്മുടെ നന്മ ശത്രു അപഹരിപ്പാൻ നമ്മൾ ഒരിക്കലും കാരണമായി തീരരുത് കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ചില നന്മകളെ ശത്രു അപഹരിക്കാതിരിപ്പാൻ നമ്മൾ ബോധപൂർവം നിൽക്കണം. നാം ഐക്യതയോടെ നിൽക്കണം. കുടുംബത്തിൽ ഐക്യതയില്ലാതെ നമ്മൾ ഇനി എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, എത്ര വാഗ്ദത്തത്തിനായി കാത്തിരുന്നെന്ന് പറഞ്ഞാലും, അത് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ഐക്യതയില്ലെങ്കിൽ അവിടെ നടക്കത്തില്ല. ബുദ്ധി തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടുണ്ട്. പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ പോകുന്നത്. ഹാലലി എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹാലലി അവരവരുടെ യുക്തിക്കും അവരവരുടെ ചിന്തകൾക്കും കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇട്ടിട്ട് ലാസ്റ്റിൽ ദൈവത്തിനെ കുറ്റം പറയുന്ന, ദൈവദാസന്മാരെ കുറ്റം പറയുന്ന, ദൈവത്തിന്റെ നാമത്തിനെ കുറ്റം പറയുന്ന ഒരു തലത്തിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ്. പാപം പിടിച്ച കർത്താവിന്റെ ദാസനും ദാസിയും ഒന്നും ചെയ്ത് കാണത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകും? ദൈവമാണ് അവരെ വേലയ്ക്ക് വിളിച്ചതെങ്കിൽ, ദൈവമാണ് അവരെ വിളിച്ചു വേർതിരിച്ചതെങ്കിൽ നമ്മൾക്ക് അവരെ ഒരിക്കലും ഒന്നും പറയുവാൻ കഴിയത്തില്ല. ആ ദൈവം അവരുടെ കാര്യം നോക്കിക്കോളും. പക്ഷേ ദൈവദാസന്മാർക്കെതിരായി, ദൈവദാസിമാർക്കെതിരായി വിരൽ ചൂണ്ടുന്നത് നമ്മൾ സൂക്ഷിച്ചു വേണം കേട്ടോ. അതൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്രിയ അല്ല. ഈ ദിവസങ്ങളില് ചില ദൈവദാസിമാരോട് ചേർന്ന് നിന്ന് നമ്മൾ പ്രവർത്തിക്കാൻ ഐക്യതയോടെ നിൽക്കണം. എന്തുകൊണ്ടാ? ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം, പക്ഷേ നമ്മൾ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യും. എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അവരെ ദൈവദാസനെയും ദൈവദാസിനെയും തെരഞ്ഞെടുത്തത് ദൈവം, നമ്മളല്ല. ഇല്ലേ? പഴയ നിയമത്തിൽ നമുക്കറിയാം ദാവീദിന്റെയൊക്കെ ജീവിതത്തിലും പാപങ്ങളും എല്ലാം വന്നില്ലേ? എങ്കിലും ഓരോ നിമിഷങ്ങളും അവൻ നെടുമ്പാട് വീണ് കരയുമായിരുന്നു, അയ്യം വിളിക്കുമായിരുന്നു. ഇല്ലയോ? ആ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ നമ്മൾ വിരൽ ചൂണ്ടുന്ന ദൈവദാസിമാർ കരഞ്ഞു നിലവിളിക്കുന്നു എങ്കിൽ നമ്മൾക്ക് അനുഗ്രഹത്തിന് പകരം ശാപമായി നമ്മൾ അതിനൊരിക്കലും നിന്നു കൊടുക്കരുത് കേട്ടോ.
നമ്മൾ ഒരിക്കലും നിന്നു കൊടുക്കരുത് കേട്ടോ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നേർക്ക് നേർ പറഞ്ഞ് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. അവർ ശാപത്തിന് നമ്മൾ ഇടയായി തീരൽ ഈ ദിവസങ്ങളിൽ. അതായത് നമ്മുടെ നന്മകൾ തടസ്സപ്പെടും. ഇല്ലേ? പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിന്റെ ദാസിക്ക്, അതായത് സുവിശേഷം ചെയ്യാത്ത നമ്മള് ദൈവദാസിമാരുണ്ട്, പ്രാർത്ഥിക്കുന്ന മുട്ടുമേൽ നിന്ന് പാസ്റ്റർമാരുടെ ഭാര്യമാര് മാത്രമല്ലല്ലോ പ്രാർത്ഥിക്കുന്നവര്. പ്രാർത്ഥന വരം കൊടുത്തിരിക്കുന്ന കർത്താവിന്റെ ദാസിമാരുണ്ട്. അവർക്കെതിരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ സൂക്ഷിച്ചോണം. അവരെ ദൈവം അവര് വചനത്തിന് വിരുദ്ധമായി ചെയ്തെന്ന് നമ്മൾക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം ഈ ദിവസങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുക. ദൈവത്തിന്റെ രക്ഷ കാണണമെങ്കിൽ ചിലടത്ത് സൈലന്റ് ആയിട്ട് ഇരിക്കണം. അതായത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 6-ാം അധ്യായം 11-12 വാക്യം. ഗിദെയോൻ ഒരു ദേശത്തിന്റെ അധ്വാനം മുഴുവൻ ശത്രു അപഹരിച്ചു കൊണ്ട് പോകുമ്പോൾ തനിക്കുള്ളത് താൻ നഷ്ടപ്പെടുത്തുകയില്ലെന്ന് ഒരുറച്ച് തീരുമാനിച്ചുകൊണ്ട് ഗിദെയോൻ തന്റെ പ്രവൃത്തി ചെയ്യുന്നതായി നമുക്ക് കാണാം. ഇല്ലേ? ഞാനത് വായിക്കുന്ന സമയം പോകുന്നു. അല്ലല്ലയോ, ഒരു ദേശത്തിന്റെ അധ്വാന ഫലം ഞാന് ശത്രു അപഹരിച്ചു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ആത്മാക്കളെ തന്ന ദൈവദാസിമാർ ഇതിന്റെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ ആത്മാക്കളെ തന്നത് ദൈവമാ. അത് ശത്രു അപഹരിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ലെന്നും പറഞ്ഞ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഒരു ദൈവ പ്രവൃത്തി നമ്മൾ കാണും നിശ്ചയം. നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് പറയും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പലരെയും ശത്രു അപഹരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെ മധ്യത്തിൽ നമ്മൾ ഉറച്ചൊരു തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ്. ഗിദെയോൻ തന്നെ പ്രവൃത്തി ചെയ്തോ, തന്നെ ഏൽപ്പിച്ച ആ അധ്വാന ഫലം ശത്രു അപഹരിച്ചു കൊണ്ടുപോകാതിരിപ്പാൻ. അതുകൊണ്ടാണ് ദൈവം അവനെ പരാക്രമശാലി എന്ന് വിളിച്ചത്. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഒന്ന് നോക്കിക്കേ. നമുക്ക് ദൈവം തന്ന ഭർത്താവാ, ദൈവം തന്ന ഭാര്യ, ദൈവം തന്ന കുഞ്ഞുങ്ങളാണോ? ശത്രു അപഹരിച്ചുകൊണ്ട് പോകുവാൻ നമ്മൾ സമ്മതിക്കുവോ? സമ്മതിക്കരുത്. ഹല്ലേലൂയ. വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്നോടടാ ഓട്ടമാ മിനിസ്ട്രി. ഹല്ലേലൂയ. പക്ഷെ കുടുംബം നോക്കാതെ എന്നോടൊരു കർത്താവിന്റെ ദാസൻ, ഞാൻ സുവിശേഷ വേലയിൽ ഇറങ്ങിക്കഴിഞ്ഞു 1 വർഷമായില്ല. ഒരു 6-7 മാസമായി. ഒരു കർത്താവിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് വന്ന് പറയുവാനിടയായി. ദുബായിൽ നിന്ന് വന്ന ഒരു കർത്താവിന്റെ ദാസന് ഒരു ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ പോയതാ. അപ്പോൾ പറഞ്ഞു, കർത്താവിന്റെ ദാസ്യ, നിനക്ക് മിനിസ്ട്രി ഉണ്ട്, ശുശ്രൂഷയുണ്ട്, പക്ഷേ നീ ആദ്യത്തെ സ്ഥാനം നിന്റെ കുടുംബത്തിന് കൊടുത്തോണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിനക്ക് മിനിസ്ട്രിയും ബാക്കിയല്ല നിനക്ക് ശുശ്രൂഷ. എന്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ, എന്റെ ഭർത്താവിനെ നോക്കാതെ, അവർക്ക് ആഹാരം വെച്ചു കൊടുക്കാതെ ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ സൂം മീറ്റിംഗിൽ കയറി പ്രസംഗിച്ചു കൊണ്ടിരുന്നാൽ എന്റെ കുടുംബം എന്നിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. ചിന്തിക്കണം. അനേക കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്നെനിക്ക് അല്ലെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, ശത്രു അപഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിലാ നമ്മൾ ഈ വചനം എടുക്കുമ്പോൾ ഭയത്തോടായിരിക്കണം എടുക്കണം. നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ പോലും അത് ഭയത്തോടായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ പോലും ഭയത്തോടായിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന കുടുംബജീവിതം ഹല്ലേലൂയ ശത്രു അപഹരിപ്പാതിരിപ്പാൻ നമ്മൾ നോക്കേണ്ട, നമ്മൾക്ക് തന്നിരിക്കുന്ന കടമകൾ, നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന ഹല്ലേലൂയ മക്കൾ യഹോവയുടെ നന്മയെ, അല്ലാതെ ഭൗതിക നന്മയെ പറ്റി, ഭൗതിക നന്മ ഒരു വശത്തുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുടുംബജീവിതത്തിന്റെ നന്മയെന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ആരാ? നമ്മുടെ ഫ്യൂച്ചർ, ഭാവി ആണോ ഇല്ലയോ? അതിനെ തകർക്കാനാ ശത്രു കടന്നു വരുന്നത്. നമ്മുടെ തലമുറയെ തകർത്തു കളയുവാൻ, നമ്മുടെ തലമുറകളുടെ നന്മകളെ ഇല്ലായ്മയാക്കുവാൻ, ഈ തലമുറകളെ നമ്മുടെ ഇതിൽ നിന്ന് പോലും ദൂരമാറ്റി കളയുവാനാണ് ശത്രു കടന്നു വരുന്നത്. ആ നന്മയെ രക്തത്തിന്റെ മുദ്രയിട്ട് പ്രാർത്ഥിച്ചു നിർത്തിക്കണം. ഹല്ലേലൂയ. അത് കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഐക്യത ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ. ആണോ ഇല്ലയോ? കുഞ്ഞുങ്ങൾക്കും 5 കുഞ്ഞുങ്ങളുണ്ടോ? 5 കുഞ്ഞുങ്ങളും ഐക്യതയുള്ളവരായിരിക്കണം.
5 കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുപോലെ കാണണം, ഇല്ലയോ? ഇല്ലെങ്കിൽ ശത്രു കയറും. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ. ഇവിടെ 7-ാം വാക്യത്തില് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ യെഹെസ്കേൽ രാജാവ് അവരെ ധൈര്യപ്പെടുത്തുക. ഞാൻ പെട്ടെന്ന് പോട്ടെ, സമയം തീരാതായി. 2 ദിനവൃത്താന്തം 20-ന്റെ 15-ഉം 17-ഉം. 2 ദിനവൃത്താന്തം 20-ന്റെ 15-ഉം 17-ഉം. അവൻ പറഞ്ഞതെന്നാൽ, യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളിച്ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങൾ അവരെ എഴുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അറ്റത്ത് വെച്ച് കാണും. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യം ഇല്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. അതെ, യഹോശാഫാത്ത്, ഹല്ലേലൂയ, യഹോശാഫാത്തിനെതിരെ, ഹല്ലേലൂയ, അതിന്റെ 20-ന്റെ 1, യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്ന ചിലർ ഹല്ലേലൂയ. പക്ഷെ യഹോശാഫാത്ത് എന്ത് ചെയ്തു? ഭയപ്പെട്ട യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട യഹൂദയിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ചില ആലോചനകൾ, അല്ലെങ്കിൽ പിശാചിന്റെ ആലോചനകൾ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഉറപ്പോടെ നിൽക്കുന്നവരെ ജെനി മേഡം, കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസി ചില പിശാചിന്റെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, ഓടുവാൻ, അധ്വാനിപ്പാൻ, അധികം പ്രയോജനപ്പെടുത്തുവാൻ കുറച്ച് സമയം കർത്താവ് തന്നു എങ്കിൽ ശത്രു പലപ്പോഴും കർത്താവിന്റെ ദാസിക്കെതിരെ വാദിച്ച ചില മേഖലകൾ കേട്ടോ, ചില ഇടങ്ങളിൽ നിന്ന് പോലും മാറ്റിക്കളയുവാൻ റിമൂവ് ചെയ്ത ചില സാഹചര്യങ്ങൾ കർത്താവിന്റെ ദാസിക്കുണ്ടായി. എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. കർത്താവ് ചില മാനുഷിക കൂട്ടുകെട്ടുകൾ ഉണ്ടായി കേട്ടോ, ചില മാനുഷിക ആലോചനകളുടെ നടുവിൽ ഈ കർത്തൃദാസിയെ കൊണ്ട് ഞങ്ങളെക്കാൾ അധികം ചിലത് ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന് വിചാരിച്ച് ചില വിരോധമായി ചിലർ കൂടിയ മേഖലകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, പേടിക്കണ്ട, സ്ഥിരമായി നിന്ന് യഹോവയുടെ രക്ഷ കണ്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. നാളെ അവരുടെ നേരെ നീ ചെല്ലും കേട്ടോ. യഹോവ നിന്നോട് കൂടെ ഉണ്ട്. കർത്തൃദാസിയെ, നിന്നെ നട്ടത് ദൈവമെങ്കിൽ, നിന്നെ മാറ്റി വിളിച്ചു വേർതിരിച്ചത് ദൈവമെങ്കിൽ, നിന്നോട് കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് ചിലർ കാണെ, ചിലരെ ദൈവം കാണിക്കും. നിന്നെ എവിടെ മാറ്റി നിർത്തി എന്ന് നിനക്ക് അത് അനുഭവിച്ചു എങ്കിൽ, നിന്നെ അനുഭവിച്ചു എങ്കിൽ, അവരുടെ മധ്യത്തിൽ തന്നെ മാനിക്കുന്ന ചില മേഖല ഈ ദിവസങ്ങൾ ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ചില ദിവസങ്ങൾ അപ്പനോട് ചേർന്നിരുപ്പാനാ, ഒരു പറ്റിയിരുപ്പാനാ ദൈവത്തിന്റെ ആത്മാവ് കർത്താവിന്റെ ദാസിയോട് എന്നിൽ കൂടെയും പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, മേഡം, ഈ ദിവസങ്ങളില് ഒരു ദൈവപ്രവൃത്തി, ഇത് കഴിഞ്ഞെഴുന്നേൽക്കുന്നത് വലിയൊരു ദൈവപ്രവർത്തിക്ക് സാക്ഷ്യം വഹിക്കാനാ, സ്ഥിരമായി നിന്ന് ദൈവത്തിന്റെ രക്ഷ കാണുവാനാ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് ദൈവത്തോട് ചേർന്ന് നിന്ന്, ദൈവത്തോട് പറ്റി നിന്ന് ചിലത് പ്രാപിക്കാൻ പോവുക കേട്ടോ.
ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് അല്ല ചില ശുശ്രൂഷകൾക്ക് വേണ്ടി അല്ല ചില ഇടങ്ങളിലേക്ക് കർത്താവിന്റെ ദാസിയെ മേഡമേ അല്ല കർത്താവിന്റെ ദാസിയെ അയക്കും കേട്ടോ. ചിലരുടെ മധ്യത്തിൽ ഹല്ലേലൂയ വിടട്ടെന്നെ തള്ളിയ ചിലരുടെ മധ്യത്തിൽ ചില മാനുഷിക ആലോചനകൾ, ചില മാനുഷിക പൗലോസിന്റെ ജീവിതത്തിൽ പോലും എന്റെ വിഷയമല്ല, അത് ഞാൻ ആ വിഷയത്തിൽ നിന്ന് പറയുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. പക്ഷേ കർത്താവിന്റെ ദാസിയോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ ജീവിതത്തിൽ പോലും ഹല്ലേലൂയ അവനെതിരായി ഹല്ലേലൂയ ഇറങ്ങിയ ചില മേഖലകൾ, ഹല്ലേലൂയ ചില മാനുഷിക കൂട്ടുകെട്ടുകൾ, ചില പതിയിരിപ്പുകൾ, ഹല്ലേലൂയ ഹല്ലേലൂയ ചില പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിലാണ് അല്ലെ കർത്താവിന്റെ ദാസിയെ ഇനി എഴുന്നേൽക്കുന്നത് നല്ലൊരു ശുശ്രൂഷയുമായിട്ട് അല്ലെങ്കിൽ ഇതുവരെ നിന്നിൽ വെളിപ്പെടാത്ത ചില ശുശ്രൂഷകൾ അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകിയ കർത്താവിന്റെ ദാസിമാരെ കർത്താവിന്റെ ദാസിയിൽ കൂടി ചില ശുശ്രൂഷകൾ ചെയ്തെടുപ്പിക്കുവാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ജെയിനി മാഡം ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോകുക. കർത്താവിന്റെ ദാസി ഈ ദിവസങ്ങളില് ഈ അന്ത്യ കാലഘട്ടത്തില് ഹല്ലേലൂയ കർത്താവിന്റെ നാവായി കർത്താവിന്റെ ശബ്ദമായി ദൈവം എടുത്ത് ഉപയോഗിക്കാൻ പോകും. ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവിന്റെ ദാസി കാണുക തന്നെ ചെയ്യും. അതിന്റെ ചില മേഖലകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ കർത്താവ് വെളിപ്പെടുത്തും കേട്ടോ. ഹല്ലേലൂയ സമയമില്ല. ഹല്ലേലൂയ സമയം തീരാറായി. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ എങ്ങും എത്തിയില്ല. ഹല്ലേലൂയ ദൈവം ഈ ദിവസങ്ങളില് ഹല്ലേലൂയ 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 ദൈവം വെളിപ്പെടുത്താൻ പോവാ. ദൈവമഹത്വം വെളിപ്പെടുത്താൻ പോവാ കേട്ടോ. ചിലരുടെ ജീവിതത്തില് അല്ലെങ്കിൽ ചിലർ അങ്ങ് വിധി എഴുതി മുദ്ര വെച്ചു കേട്ടോ. അല്ല അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷെ അല്ല ചിലർ മുദ്ര വെച്ചിരിക്കുക എന്താണെന്നറിയാമോ? ഹല്ലേലൂയ ഇനി ഉയർക്കത്തില്ല, ഇനി ഉയർക്കത്തില്ലെന്ന് വിധി എഴുതി അങ്ങ് വെച്ചു. ഹല്ലേലൂയ ഉയർക്കത്തില്ലെന്ന് വിധി എഴുതി വെച്ചു കേട്ടോ. നാറ്റം വമിക്കുവാന്ന് വിധി എഴുതി വെച്ചു കേട്ടോ. അല്ല ചില കല്ലുകൾ ഉരുട്ടി വെച്ചു കേട്ടോ. ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്ന ദൈവദാസിമാരെ ഈ ദിവസങ്ങളിൽ അത് ഉയർക്കും, ഈ ദിവസങ്ങളിൽ അത് കിളിർക്കും. ഹല്ലേലൂയ നാറ്റം വെച്ചതിനെ ജയമാൻജി ജയമ്മ വർഗീസ് റിവൈസ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോവാ കേട്ടോ. നാറ്റം വെച്ചെന്ന് വിധി എഴുതിയത് ഹല്ലേലൂയ കല്ല് ഉരുട്ടി വെച്ചത് ഇനി നീ ഉയർക്കത്തില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ചില നന്മകൾ അത് നിന്റെ ജീവിതത്തിൽ തടഞ്ഞു വെച്ച വെളിപ്പെടാൻ പോകുകയോ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുക. പ്രിയമുള്ളവരെ ഞാൻ എവിടെ നിർത്തും എങ്ങനെ നിർത്തും എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. അതുകൊണ്ട് ഇതുവരെ എനിക്ക് ഇൻവേർട്ടർ ചാലുവാക്കാൻ പറ്റിയിട്ടില്ല, എന്റെ കരണ്ട് വന്നിട്ടില്ല, അല്ല എന്റെ നെറ്റപ്പം തീരും എനിക്ക് അറിയത്തില്ല. പക്ഷെ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുക. ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ജയമാഞ്ചി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമോ? ക്രമീകരിക്കപ്പെട്ടത് ക്രമീകരിച്ച ഹാലലി കെട്ടിപ്പൊക്കേണ്ടത് കെട്ടിപ്പൊക്കി ഒരു ദൈവ പ്രവൃത്തി ഹാലലി കാണുവാൻ കർത്താവിന്റെ ദാസി ദിവസങ്ങളിൽ തയ്യാറാകുന്നു എങ്കിൽ അല്ലെ ശത്രുവിന്റെ വലിപ്പം കണ്ട് നീ പേടിക്കണ്ട. കർത്തൃദാസിയെ മാതാവേ ഹാലലി ദിവസങ്ങളിൽ ഹല്ലേലൂയ നാറ്റം വെച്ചതിനെ സൗരഭ്യമാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിനക്ക് വേണ്ടി ചില കല്ലുകൾ അല്ലെങ്കിൽ വെച്ചവർ തന്നെ ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ വന്ന് ഇറങ്ങിയെങ്കിൽ ലാസറിന്റെ കല്ലെടുക്കൽ ഇറങ്ങി. പക്ഷേ ആര് ഉരുട്ടി വെച്ചു? അവര് തന്നെ അവരെ കൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ തന്റെ ദാസിക്ക് വേണ്ടി ചിലത് ചെയ്തെടുക്കും.
വിശ്വസിക്കാൻ തയ്യാറാണോ? സമയം പോയി. വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കുവാൻ തയ്യാറാണോ? അല്ല, വിശ്വസിക്കുവാൻ തയ്യാറാണോ പ്രിയമുള്ളവരെ? അല്ല, ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം ഞാൻ അനുഭവിക്കുക. ഞാൻ ഇന്ന് വരെ ചെയ്യാത്ത ചില ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം എന്നെ ദിവസങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. എന്നെ നിന്ദിക്കുന്നവർക്കാണ്, എന്നെ പരിഹസിക്കുന്നവർക്കാണ്. പക്ഷേ എന്നോട് കർത്താവിദാസി എന്നെ വിളിച്ചു പറഞ്ഞത്, നിന്നെ ചില ഹല്ലേലൂയ ഏലിയാവിനെ പോലെ ഞാൻ പറഞ്ഞ സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ ദൈവം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്തെടുക്കുക. ദൈവം എന്നെ ഉപയോഗിച്ചത് ഹല്ലേലൂയ ചില്ലറയല്ല കണ്ണുനീരൊഴുക്കിയത്, ചില്ലറയല്ല കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നത്. ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ. എങ്ങും എത്തിയില്ല, പക്ഷെ എന്റെ സമയം തീരാറായി. ഹല്ലേലൂയ. പക്ഷേ എങ്കിലും ഈ ദിവസങ്ങളിൽ ജോയ്മാൻഡി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോകുക. ഒരു കിളിപ്പുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് കേട്ടോ. അതിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുക. ഹല്ലേലൂയ. ദൈവം ചിലത് ചെയ്തെടുക്കും. അതുകൊണ്ടാ ശത്രുവിന്റെ ആരവം കേട്ടുകൊണ്ടോ അവന്റെ വലിപ്പം കണ്ടുകൊണ്ടോ നാം ഭ്രമിച്ചു പോകരുത്. നാം ശത്രുവിനെ വലിപ്പം കാണുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാ, നമ്മോട് കൂടെയുള്ളവന്റെ കഴിവും ശക്തിയുമാണ്. അതാ 20:6 വായിക്കുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഹല്ലേലൂയ. ആനിയം തോമസ് ഡിവൈസ് ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി കൂടുണ്ട്. ഈ ദിവസങ്ങൾ ശത്രുവിന്റെ കാര്യങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട കേട്ടോ. ഹല്ലേലൂയ. ചില നഷ്ടങ്ങൾ ലാഭമാക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ ശത്രുവിന്റെ ആരവങ്ങൾ കാണുമ്പോൾ ഓർക്കണം, എന്റെ കർത്താവിന് എതിർപ്പാൻ, എന്റെ കർത്താവിനെ എന്റെ ദൈവത്തെ ഹല്ലേലൂയ എതിർപ്പാൻ കഴിയാത്ത ശക്തിയും ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമമുള്ള എന്റെ ദൈവത്തിന്റെ പൈതലാണ്. ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ദൈവപ്രവൃത്തി കാണാൻ പറ്റുന്നത്. വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റുന്നത്. വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയിൽ ശുശ്രൂഷ വെളിപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ഇടയായി തീരുന്നത്. ഇത് ഹല്ലേലൂയ. നമ്മുടെ ശക്തിയൊക്കെ കർത്താവിന്റെ ശക്തിയെ മനസ്സിലാക്കിയത് കൊണ്ടാ തന്നെക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള ഗോലിയാത്തിന്റെ മുൻപിൽ ഒരു കൊച്ചു പയ്യനായ ദാവീദിന് അവന്റെ നേരെ ചെല്ലുവാനുള്ള ധൈര്യം ലഭിച്ചത്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവനവിടെ കാണുവാനിടയായിട്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മെ ഭാരപ്പെടുത്തുന്നു, നമ്മെ വെല്ലുവിളിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഭീതി വരുത്തുന്ന ഹല്ലേലൂയ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് പുറകോട്ട് പോകുവാനല്ല. ആമേ. ദാവീദിനെ പോലെ ചിലടത്ത് ഇറങ്ങി ചെല്ലണം. പൊടിയമാഞ്ചി ദാവീദിനെ പോലെ ഹല്ലേലൂയ വലിപ്പം കണ്ട് പേടിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ശരീര വലിപ്പം കണ്ട് പേടിക്കരുത്, പ്രാർത്ഥന കണ്ട് പേടിക്കരുത്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദാവീദിനെ പോലെ ഇറങ്ങി ചെല്ലുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കൂടെയുള്ളവന്റെ ഹല്ലേലൂയ തിരിച്ചറിയുന്ന ദിനങ്ങളാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മോട് കൂടെയുള്ളത് മാംസഭുജമല്ല, നമ്മോട് കൂടെയുള്ളത് അദൃശ്യമായ ദൈവത്തിന്റെ അദൃശ്യമായ ഭുജമാണ്. ഈ ദിവസങ്ങളിൽ പേടിക്കരുത്, ഇറങ്ങിച്ചെല്ലുവാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കുവാൻ, അഭിഷേകത്തിൽ നിന്ന് അതിനെ വെല്ലുവിളിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവപ്രവൃത്തി നമ്മൾ കാണുവാനിടയായിത്തീരും. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ വലിപ്പം കണ്ട് നമ്മൾ പേടിക്കും. പക്ഷെ പലപ്പോഴും കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ മറന്നുപോകും. മേരി ആന്റി ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പറ, കർത്താവേ, കഴിഞ്ഞ നാളുകൾ നീ എനിക്ക് വേണ്ടി ഹല്ലേലൂയ അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എന്നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രാർത്ഥന വിഷയത്തിന്മേൽ ഈ ദിവസങ്ങൾ ഞാൻ വിജയം കാണുക തന്നെ ചെയ്യും. ദൈവത്തോട് പറ ഈ രാത്രികാലം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്കറിയാം, ഞാൻ അതിന്റെ വാക്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല, അത് നമുക്കറിയാം. ദൈവത്തിന്റെ പ്രവാചകനായ എലീശയെ പിടിക്കുവാൻ ആരാം രാജാവ് ശക്തിയുള്ള സൈന്യമായി പട്ടണം വളഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അയ്യം വിളിക്കുന്ന ബാല്യക്കാരനെ നോക്കി പ്രവാചകൻ പറഞ്ഞതാ, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. മേരി ആന്റി, നമ്മോട് കൂടെ ഉള്ളവന്റെ ശക്തി അറിഞ്ഞാൽ നമ്മോട് കൂടെയുള്ളവൻ വലിയവനാണ്.
പ്രതിസന്ധികളെ കണ്ടു, അല്ലല്ല ഭീതി വരുന്ന വിഷയങ്ങളെ കണ്ടു പേടിക്കണ്ട. വിഷയമെന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ദിവസങ്ങളിൽ തന്നെ ഒരു ദൈവ പ്രവൃത്തി കാണും നിശ്ചയം. ഹല്ലേലൂയ. നമുക്കറിയാം പുറപ്പാട് ദിവസം 14:13 പിന്നാലെ തങ്ങളുടെ പിന്നാലെ വാക്യങ്ങളൊന്നും പറയാനോ വായിക്കാനോ നിൽക്കുന്നില്ല. വേഗത്തിൽ പാട്ട് തങ്ങളുടെ ദൈവം എനിക്ക് തന്നത് ഞാൻ 2 മിനിറ്റിൽ ഞാൻ കൂടുതൽ എടുക്കത്തില്ല. തങ്ങളുടെ പിന്നാലെ വരുന്ന ശത്രുവിനെ വലിപ്പം കണ്ട് പേടിച്ച ഇസ്രായേൽ മക്കൾ മോശയ്ക്ക് എതിരെ തിരിഞ്ഞപ്പോൾ മോശ ജനത്തോട് പറയുന്ന വാക്യമാണ് ഹല്ലേലൂയ, ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഒരു നാളും കാണത്തില്ല. ഹല്ലേലൂയ, ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഒരു നാളും കാണത്തില്ല. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണത്തില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീരെന്ന് പറഞ്ഞു. കേട്ടോ, ലില്ലിയാൻഡി, യഹോവ ഇറങ്ങി വരും. ലില്ലിയാൻഡിക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും. ആന്റി ഒന്നും ചെയ്യണ്ട. ഈ ദിവസങ്ങളിൽ യുദ്ധങ്ങളെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. മിണ്ടാതെ ഇരുന്ന ദൈവമെന്ന് അറിയുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ശത്രുവിന്റെ കരങ്ങളിൽ നിന്നും കഴിഞ്ഞ നാളുകളിൽ ഇസ്രായേൽ മക്കളെ പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് വിടുവിച്ച ഒരു ദൈവത്തെ അവർ പലപ്പോഴും മറന്നുപോയി. അതാണ് അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള ഒരു കാര്യം. പക്ഷേ ഹല്ലേലൂയ, മോശ പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയ ദൈവജനമേ, നമ്മള് വായിച്ച വാക്യത്തിലോട്ട് വരാം. യെഹെസ്കേലാവും നമുക്കറിയാം. ബാക്കിയുള്ള വാക്യങ്ങളില് 2 ദിനവൃത്താന്തം 32 20ഉം 21 ഒക്കെ നിങ്ങൾ വായിക്കണേ. ഞാനിപ്പം വായിക്കുന്നില്ല, സമയം പോയി. യെഹെസ്കേലാവും യെശയ്യാ പ്രവാചകനും തങ്ങളെ തന്നെ താഴ്ത്തുവാനിടയായിച്ചു. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലം അറിയാമായിരിക്കും. പക്ഷെ ഇതിൽ നിന്നൊക്കെ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാൻ വേഗത്തിൽ പോവാ. യെശയ്യാ പ്രവാചകനും യെഹെസ്കേലാവും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തുവാനിടയായി തീർന്നപ്പോൾ ദൈവം തന്റെ പ്രവൃത്തി ശത്രു പാളയത്തിൽ ചെയ്തെടുത്ത് ഈ ദിവസങ്ങളില് നിന്നെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ശക്തിയുടെ മുൻപിൽ ഈ ദിവസങ്ങളില് ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ ഇടയാകുമ്പോൾ ഒരു ദൈവപ്രവൃത്തി ശത്രുപാളയത്തിൽ ചെയ്തെടുക്കും. കേട്ടോ, വിശ്വസിക്കാൻ തയ്യാറാണോ? വിനുവാന്റെ വിശ്വസിക്കാൻ തയ്യാറാണോ? ശത്രുപാളയത്തിൽ ചെയ്തെടുക്കും. ആരാണോ വെല്ലുവിളിച്ചു നിന്നിരുന്നത് അവരെയും കൂട്ടരെയും നശിപ്പിച്ചു കളയുവാൻ ഇടയായിത്തീർന്നു. ഈ ദിവസങ്ങളില് നിന്നെ വെല്ലുവിളിക്കുന്ന നിന്നെ ഭീതി പരത്തുന്ന പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിൽ ഈ ദിവസങ്ങളില് ഒരു കുറച്ചു സമയം ദൈവസന്നിധി മുഴങ്കാലുകളെ മടക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ആരാണോ വെല്ലുവിളിച്ചു നിന്നിരുന്നത് അവരെ നശിപ്പിക്കുവാൻ, ശത്രുവിനെ നശിപ്പിക്കുവാൻ ദൈവം ഇടയാക്കും. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചോ, പ്രാർത്ഥന കുറയരുത് കേട്ടോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. ഭീതിപ്പെടുത്തുന്ന, പ്രതികൂലത്തിലാക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന ഒരു ദൈവ അതിന്റെ നടുവിൽ ഒരു ദൈവ പ്രവൃത്തി കാണാൻ പോകുക. നിന്നെ നശിപ്പിക്കാൻ നോക്കുന്നവരുടെ മുൻപിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഉപായത്താൽ കൊടുക്കുവാൻ നോക്കുന്നവരുടെ മുൻപിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണ്. സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ നമ്മൾ കാണാൻ പോകും. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രവൃത്തി തിരിച്ചറിയുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കും, തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഇന്ന് രാത്രി ശത്രുവിന്റെ പ്രവൃത്തിയോ വലിപ്പമോ കണ്ട് നീ പേടിക്കണ്ട. നമ്മോട് കൂടെ ഉള്ളവന്റെ ശക്തി തിരിച്ചറിയുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവരായി ആമേൻ. ഇന്ന് എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നത് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണും നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നവർക്കായി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യത്തിന് മറവിൽ ഞങ്ങളെ മറച്ചു. ഹല്ലേലൂയ. ഞങ്ങളെ തളർത്തുവാൻ, തകർക്കുവാൻ, ഹല്ലേലൂയ, ഞങ്ങളെ പ്രതിസന്ധികളിലാക്കുവാൻ ശത്രുവിന്റെ തന്ത്രങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന് നേരെ വന്നപ്പോൾ കാലടിയായി പോകാതെ ദൈവം ഞങ്ങളെ നിലനിർത്തി. പക്ഷേ
ദൈവത്തിന്റെ ആത്മശുദ്ധമായി പറയുന്നത് ചില ക്രമീകരിക്കേണ്ട ചിലത് ക്രമീകരിക്കുവാൻ, ഇടിഞ്ഞു കിടക്കുന്നത് പണിയുവാൻ, ഈ ദിവസങ്ങളിൽ ഉറപ്പോടെ നിൽക്കുന്നവരെ പോലും, ശക്തമായി നിൽക്കുന്നവരെ പോലും, ശുശ്രൂഷയുടെ മധ്യത്തിൽ പോലും തകർച്ചു കളയുവാൻ പദ്ധതിയിട്ടിരിക്കുന്ന ശത്രുവിന്റെ പോരുകളെ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരും ഇന്ന് കടന്നു വന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കുടുംബമായി അവരുടെ കുടുംബജീവിതം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, വ്യക്തിപരമായ ജീവിതം ഏൽപ്പിക്കുന്നു, ശുശ്രൂഷകളുടെ മേഖലകൾ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ കാണും നിശ്ചയം, ഒരു കിളിർപ്പുണ്ട് നിശ്ചയം. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ പതിയിരിപ്പുണ്ട്, കൂട്ടുകെട്ടുണ്ട്, മാനുഷിക ആലോചനകളുണ്ട്, ഞങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവരുണ്ട്, ഞങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്നവരുണ്ട്. അതിന്റെ മധ്യത്തിൽ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണും നിശ്ചയം. സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിലുള്ള ഓരോ കുടുംബങ്ങളും അത് കാണും നിശ്ചയം. ദൈവഹിതമല്ലാത്ത ഒരു വ്യക്തി പോലും ഞങ്ങളുടെ മീറ്റിംഗിൽ കടന്നു വരുവാൻ ദൈവം അനുവദിക്കരുത്. ഈ ദിവസങ്ങളിൽ ദൈവഹിതമുള്ളവരെ ദൈവം കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിച്ചു. അതിനായി ഞങ്ങൾ ഉറപ്പും ധൈര്യത്തോടെ നിൽക്കാൻ സഹായിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം കറണ്ടിന്റെ ഇഷ്യൂസോ നെറ്റിന്റെ ഇഷ്യൂസോ ഒന്നും ഉണ്ടാകാതെ ഹല്ലേലൂയ കർത്താവേ ദൈവം സഹായിച്ചതിനായി അതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അവസരം തന്ന സിസ്റ്റേഴ്സ് ക്രൈസ്റ്റിന്റെ അഡ്മിനായിരിക്കുന്ന സൂസൻ ആന്റിയോടും ബാക്കി അഡ്മിനായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസിയോട് ചേർന്ന്